ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം കണ്ടവർക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഷാനവാസ് ജിസൈലുമായിട്ട് സംസാരിക്കുന്നത് അക്ബറിനെ കുറിച്ചാണ്. അക്ബറിന്റെ നോട്ടം, ജിസൈലിനെ അക്ബർ നോക്കുന്ന നോട്ടം ശരിയല്ല. ജിസൈലിനോട് പറഞ്ഞിരിക്കുന്നത് നീ എൻ്റെ അനിയത്തിയാണെന്നാണ്. ജിസൈൽ അപ്പോൾ തന്നെ അത് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഷാനവാസ് പറയുകയാണ്, അവൻ ജിസൈലിനെ നോക്കുന്ന നോട്ടം അത് ശരിയല്ല. ഞാനിത് ഗെയിമിന് വേണ്ടി പറയുന്ന കാര്യമല്ല, ഗോഡ് പ്രോമിസ്, അവന്റെ നോട്ടം ശരിയല്ല. ഷാനവാസ് ഈ ഗോഡ് പ്രോമിസ് ഒക്കെ ഇടുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അതൊന്നും നമുക്ക് അറിയുന്ന കാര്യമല്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അനുമോൾ പറഞ്ഞിരുന്നു ഇതുപോലൊരു വാക്ക്, അയാളെ എനിക്ക് ഇഷ്ടമല്ല, അയാളുടെ നോട്ടം ശരിയല്ല എന്ന്. പിന്നെ വായിലൊന്ന് വീണുപോയി. ലാലേട്ടന്റെ എപ്പിസോഡിലാണ് ഈ വിചാരണ നടക്കുകയും കൂടെ ചെയ്യുന്നത്. അതൊരു ഇഷ്യൂ ആക്കണ്ട എന്ന് കണ്ട് അനുമോൾ അതിനെ വേറെ വഴിയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ഇപ്പോൾ ഷാനവാസ് പറയുന്നു കൂടെ നിൽക്കുന്ന ജിസൈലിനെ നോക്കുന്ന നോട്ടം ശരിയല്ല. പക്ഷേ ഇത് പറഞ്ഞിട്ട് ജിസൈലിനൊന്നും തോന്നിയില്ലെന്നുള്ളതാണ് അവിടുത്തെ രസകരമായ ഒരു കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിസൈൽ ഒരു മലയാളിയുടെ കൾച്ചറിൽ ജീവിച്ചു വളരുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അവരെ ആരേത് രീതിയിൽ നോക്കിയാലും ഒരു പ്രശ്നവുമില്ല. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീര സൗന്ദര്യത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ വസ്ത്രങ്ങൾ ധരിക്കുന്നത്. എന്തിനാണത്? മറ്റുള്ളവർ കാണുവാൻ വേണ്ടിയാണ്. അവരുടെ ശരീരവടിവിലേക്ക് ജനങ്ങൾ നോക്കുകയും അതിനെക്കുറിച്ച് കമന്റ് പറയുകയും ഒക്കെ ചെയ്യുന്നതിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഷാനവാസ് ഇത് ജിസൈലിനോട് പറയുമ്പോൾ അവർ പൊട്ടിത്തെറിക്കുമെന്നോ, അയ്യോ അയാൾ അത്തരക്കാരനാണോ, അങ്ങനെ ഒരു ചോദ്യമൊക്കെ സാധാരണ പെൺകുട്ടികളൊക്കെ അങ്ങനെ ചോദിക്കുമല്ലോ. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് ചിലപ്പോൾ പ്രതീക്ഷിച്ചു കാണാം. എന്നാൽ നെവർ മൈൻഡ്, അവർ തിരിച്ചു പറയുന്നതെന്നറിയാമോ, നിങ്ങൾ എന്നെ ദേഷ്യത്തോടെ നോക്കുന്നു എന്ന് വെച്ചാൽ രണ്ടുപേരും രണ്ടു തരത്തിൽ നോക്കുകയാണ്. എന്നാൽ ഈ രണ്ടാൾക്കാരുടെ നോട്ടവും അത് ഏത് രീതിയിലാണെന്ന് പറഞ്ഞാൽ പോലും എന്നെ സംബന്ധിച്ച് തമിഴിൽ പറഞ്ഞാൽ മുടിയാണെന്നാണ്. സംസാരിച്ചു വരുന്നത് ഈ ഗ്രൂപ്പിസത്തോടുള്ള ബന്ധത്തിലാണ്. ഈ ഗ്രൂപ്പ് ശരിയല്ല, ഏറ്റവും വലിയ ടോക്സിസിറ്റി അതിനകത്തുനിന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബിഗ് ബോസ് വീട്ടിലെ ഒട്ടനവധി പ്രശ്നങ്ങളുടെ മൂല കാരണം ശരിക്കും ഈ ഗ്രൂപ്പാണ് എന്നുള്ളതും അത് പറഞ്ഞു മനസ്സിലാക്കി ആ ഗ്രൂപ്പിൽ നിന്നും ഇവർ വിട്ടുപോരുന്നെങ്കിൽ പോരട്ടെ എന്നുള്ളത് വെച്ച് ആ പാവത്താൻ സത്യാവസ്ഥ പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേ പുല്ലുവില പോലും അതിന് കൽപ്പിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം. ജിസൈലിനെ സംബന്ധിച്ചിടത്തോളം അവരത് ആസ്വദിക്കുന്നുണ്ട് എന്നാണ് ആ മറുപടിയിൽ കൂടി വ്യക്തമാകുന്നത്. ഷാനവാസ് ഇതിനു മുമ്പും ജിസൈലിന്റെ വസ്ത്രത്തെക്കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. കൺഫെഷൻ റൂമിൽ പോയിരുന്നു സംസാരിച്ചു. പിന്നീട് ഒരു അവസരത്തിൽ ജിസൈലിന്റെ മുഖത്ത് നോക്കി അത് തുറന്നു പറയുകയും ചെയ്തു. അതായത് മലയാളി പ്രേക്ഷകർ അവരുടെ കൾച്ചർ ഒന്ന് വേറെയാണ്. ഇത്തരത്തിലുള്ള വസ്ത്രധാരണവുമായി നടക്കുന്ന വ്യക്തികളെ അവർ ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളവരുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് വോട്ട് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ മാറ്റം വരുത്തണം. ഇത് ജിസൈലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. പക്ഷേ ജിസൈൽ അതിനും പുല്ലുവില കൽപ്പിച്ചില്ല. അവരുടെ വസ്ത്രധാരണം ഈ രീതിയിലാണ്. അവരങ്ങനെ ജീവിച്ചു വളർന്നൊരു സ്ത്രീയാണ്. അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇഷ്ടപ്പെട്ടാൽ മതി, ഇല്ലാത്തവരുടെ വോട്ടും വേണ്ട. ഇനി അപ്പുറത്ത് വിമർശനമാണോ, ആ വിമർശനത്തിന് അവർ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുൻപുള്ള ജിസൈലിന്റെ പല ഫോട്ടോകളും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. ആ ഫോട്ടോകളൊക്കെ നോക്കുമ്പോഴാണ് ഇതിനകത്തെ രസം മനസ്സിലാകുന്നത്. അവരൊരു മോഡലാണ്, അവരവരുടെ ശരീരം പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ ശരീരത്തെ അക്ബർ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ എന്തു മറുപടിയാണ് ജിസൈൽ തിരിച്ചു പറയേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് എന്ന വ്യക്തി ജിസൈലിന്റെ മുമ്പിൽ ഒരു കോമാളിയായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ നോട്ടം ലഭിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ വേണ്ടി ഏതു വേഷവും ധരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ, അങ്ങനെ മറ്റുള്ളവർ നോക്കുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ തിരുത്തുവാൻ ഷാനവാസിനെ പോലെയുള്ള ആൾക്കാരല്ലാതെ മറ്റാരെങ്കിലും പോകുമോ? ഇത്രയും ദിവസം അവിടെ നിന്നതിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അവരുടെ മനഃശാസ്ത്രം എന്താണെന്നുള്ളത്? അത് മനസ്സിലാക്കി വേണ്ടേ അവരോട് സംസാരിക്കാൻ പോകേണ്ടത്? എൻ്റെ പൊന്നു ഷാനവാസുക, കാലം മാറി. പഴയ രീതിയിലല്ല ആൾക്കാർ നോക്കുകയും കാണുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഓരോ മനുഷ്യനും അവരന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ സ്വന്തമായി ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാനും ഇഷ്ടമുള്ള ജീവിത രീതികൾ മുൻപോട്ട് കൊണ്ടുപോകുവാനും പറ്റുന്ന, അതിന് സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്താണ് നമ്മളൊക്കെ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരാൾക്ക് അവരുടെ വസ്ത്രധാരണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള വസ്ത്രങ്ങളിൽ അവരെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് അവർക്കും നന്നായിട്ട് അറിയാം. നാടൻ ഭാഷയിൽ ഇച്ചിരി കൂടെ താഴേക്ക് ഇറങ്ങി വന്ന് പറയുകയാണെങ്കിൽ മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെ എങ്ങനെ മുതലെടുക്കണം, അത് എങ്ങനെ വിറ്റ് കാശാക്കണം എന്നറിയാവുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിൽ പാർക്കുന്നുണ്ട്. അവർക്കെതിരെയെല്ലാം സംസാരിച്ചു പോകുവാനും അവരെ തുണി ഉടുപ്പിക്കുവാനും ഒന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഇത് ഒരു ആവറേജ് മലയാളിയോട് പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷെ ജിസൈലിനെ പോലെയുള്ളവരോട് സംസാരിച്ചാൽ അവർക്ക് പുച്ഛം മാത്രമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർ എടുത്തടിച്ചതുപോലെ മറുപടി പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയാ നോക്കുന്നത്, നിങ്ങൾ എന്നെ ദേഷ്യത്തോടെയല്ലേ നോക്കുന്നതെന്ന്. അപ്പോൾ കാമക്കണ്ണുകളോടുകൂടി അക്ബർ നോക്കുന്നതിനെ അവർ ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ ദേഷ്യത്തോടുകൂടി നിങ്ങൾ അവരെ നോക്കുന്നതിനെ അവരൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു നോട്ടം നിങ്ങളിൽ നിന്നും അവർ ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണിനാണ് പ്രശ്നം, നിങ്ങൾ തിരുത്തണം. അക്ബർ നോക്കട്ടെ. ആ നോട്ടത്തിൽ അക്ബറിന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അത് മുടക്കാൻ പോകുന്നത്?
രണ്ടാമത് ജിസയിലും അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അവരായി അവരുടെ പാടായി. പിന്നെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട്. അവരും ബോധമുള്ള ആൾക്കാരാണ്. അവർക്കറിയാം എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്, ആരെയൊക്കെയാണ് അതിനകത്ത് നിർത്തേണ്ടത് എന്നൊക്കെ. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബേജാറാവണ്ട. എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണ്? രസകരമായ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.